വീണ്ടും ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ ഫലങ്ങളിലേക്ക് സ്വാഗതം. സനീഷ, ഇപ്പം നമ്മൾ ഇതുവരെ നോക്കിയ ചോദ്യങ്ങൾക്കപ്പുറത്ത് രാഷ്ട്രീയമായി കുറെ കൂടി സൂക്ഷ്മതയുള്ള കുറെ കൂടി തീക്ഷ്ണമായ ചോദ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെയാണ് നമുക്ക് ഇനി പോകേണ്ടത്. ഇനി പോകേണ്ടത് എവിടെയാണ്? പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതുള്ളത്. അത് നമുക്ക് അതുകൂടെ നോക്കാം. അതായത് സർക്കാർ ഏറ്റവും വലിയ നേട്ടമായിട്ട് നോക്കിക്കാണുന്ന മറ്റൊന്നാണ് പൊതുവിദ്യാലയങ്ങളുടെ വികസനം. അത് ജനം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊരു ചോദ്യം നമ്മൾ അവരോട് ചോദിച്ചു. അതിൻ്റെ മറുപടി ഇതാ ഇങ്ങനെയാണ്: വളരെ നല്ലതാണ് നമ്മുടെ വിദ്യാലയങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ എന്ന് 32.60% പേര് പറഞ്ഞു. നല്ലതാണ് എന്ന് 31.70% പേര് പറഞ്ഞു. ശരാശരിയാണ് എന്ന് 23.70% പേര് പറഞ്ഞു. മോശമാണ് എന്ന് 9% പേര് പറഞ്ഞു. വളരെ മോശമാണ് എന്ന് 3% പേരും പറഞ്ഞു. ഇതിലും എനിക്കെന്തെങ്കിലും അത്ഭുതം തോന്നുന്നില്ല ഹർഷ. അതായത് ഇത് ഈ നിലക്കുള്ള ഒരു തോന്നൽ പൊതുവിൽ സംസ്ഥാനത്ത് ആകെയുണ്ട്. കെട്ടിടങ്ങൾ കാണാനുണ്ട്, പ്രചാരണവും നന്നായിട്ട് നടന്നിട്ടുണ്ട്. റൈറ്റ്. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ടായിട്ടുള്ളത് കൊണ്ടും ഒക്കെ ചില തരത്തിലുള്ള ചില ചർച്ചകൾ വേറെ സമാന്തരമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ, ആത്യന്തിക ഈ എണ്ണക്കുറവിനെ കുറിച്ചൊക്കെയുള്ള ചർച്ച ഉയർന്നു വന്നിട്ടുള്ളതെന്നുള്ളത് ഒഴിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ പൊതുവിദ്യാലയങ്ങൾ കുറെ കൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മികച്ച കെട്ടിടങ്ങൾ നമ്മൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നു പൊതുവിദ്യാലയങ്ങളിൽ. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ആ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. കുറെ കൂടി ശ്രദ്ധ കൊടുക്കും. മാത്രമല്ല പക്ഷേ റോഡ്, സ്കൂളുകൾ, ആരോഗ്യ സംവിധാനങ്ങൾ, ഇതുപോലെ നേരിട്ട് കാണാവുന്ന കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചേഴ്സുമായിട്ടുള്ള കാര്യങ്ങൾ ജനം അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ആശുപത്രിയുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ആശുപത്രികൾ കെട്ടിടം മാത്രമല്ല, അതിനകത്തുള്ള സംവിധാനങ്ങൾ കൂടിയാണല്ലോ. അവിടെ ആളുകൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളുടെ കാര്യങ്ങൾ കൂടിയാണല്ലോ. അവിടെ ഈ പറയുന്ന റോഡിനും സ്കൂൾ കെട്ടിടങ്ങൾക്കും കൊടുത്ത അത്ര വലിയ മാർക്കല്ല ഒരുപക്ഷെ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അത് തൊട്ട് മുമ്പ് ചില വിവാദങ്ങൾ ഉണ്ടായല്ലോ. ഈ സർവേക്ക് തൊട്ട് മുമ്പ് നടന്നിരിക്കുന്ന വിവാദങ്ങൾ കൂടി അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. മാത്രമല്ല കുഞ്ഞിന്റെ കൈ പോയത്. അതെ, ഈ സർവേ നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഇത് തൊട്ടടുത്താണല്ലോ. നമ്മൾ ഈ സർവേ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് നമ്മൾ സർവേക്കുള്ളിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ തൊട്ടടുത്ത കാലമാണ്. അതിന് തൊട്ട് മുമ്പ് നടന്ന ചർച്ചകൾ കൂടി ഇതിൽ പ്രതിഫലിച്ചു. അത് മാത്രമല്ല, അതിനകത്ത് ഇപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ മാസം ഇലക്ഷൻ ട്രാവലറൊക്കെ നടത്തി വരുന്നതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെല്ലാ ചർച്ചകളിലും പ്രതിപക്ഷത്തോട് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ ശബരിമല വിഷയം മറ്റൊന്നുമില്ല, മറിച്ച് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിൽ വീഴ്ചകളുണ്ടായി. അതായത് ഈ സർക്കാരിനെ എതിർക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഉന്നയിക്കാൻ പറ്റുന്ന കാര്യം എന്താ? വയറ്റിൽ കത്രിക വെച്ച് മറന്നതും ഈ പറയുന്ന കൈ പോയതും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഹർഷ, അതായത് അതിൽ മാത്രം വസ്തുതയാണത്. അതിൽ മാത്രം ഇവർ കളിയാക്കുന്ന പോലെ നുണയോ അല്ലെങ്കിൽ ഒരല്പം കയറ്റി പറയുന്നതോ അല്ല, അത് വസ്തുതയാണ്. അതായത് ആൾക്കുള്ളിൽ ഉഷാ ജോസഫിൻ്റെ വയറിനകത്ത് കത്രിക മറന്നു വെച്ചിരുന്നു. ഒരു കുഞ്ഞിൻ്റെ കൈ ഈ വീഴ്ച കൊണ്ട് പോയിട്ടുണ്ട്. അത് സമ്മതിക്കപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആരോഗ്യ മേഖലക്കകത്ത് നടന്ന ഈ വീഴ്ചകളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF പ്രതിപക്ഷം. തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ ഹോർഡിങ്സ് വെച്ചിരിക്കുന്നതിനകത്ത് വയറ്റിൽ കത്രിക വെച്ചില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് UDF. അത് മാത്രം വെച്ചിട്ട് ഒരു ഹോർഡിങ്, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൗതുകമുള്ള ഒരു കാഴ്ചയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതൊരു പ്രധാന പ്രചാരണ വിഷയമാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം പ്രതിഫലിച്ചിട്ടുണ്ടാവണം. അതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു പോകും. അതായത് നമ്മൾ ഇതുവരെ വന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. പക്ഷേ അതായത് ജനം എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ നേർ പ്രതിഫലനം നമ്മുടെ സർവേയിൽ ഇതിനകം തന്നെ വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഇതുവരെയില്ല. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. സർക്കാരിൻ്റെ മദ്യനയത്തോട് ജനം യോജിച്ചോ എന്നൊരു ചോദ്യം ഞങ്ങൾ അവരോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അഭിപ്രായ ശതമാന കണക്ക്. മദ്യനയം ഹിറ്റായിരുന്നോ എന്നതാണ്. വളരെ നല്ലതാണെന്ന് 14.9% പേരും, നല്ലതാണെന്ന് 18.20% പേരും, ശരാശരിയാണെന്ന് 28.50% പേരും, മോശമാണ് എന്ന് 21.50% പേരും, വളരെ മോശമാണ് എന്ന് 16.90% പേരും പ്രതികരിച്ചു. ഇതിനകത്താണ് ആദ്യമായിട്ട് മുകളിലത്തെ നമ്പറിനേക്കാൾ കൂടുതൽ താഴെ മോശവും വളരെ മോശത്തിലും കൂടുതലായിട്ട് ആളുകൾ പറഞ്ഞൊരു കാര്യം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അത് സ്വാഭാവികമാണ്. മദ്യനയം എന്നുള്ളത് കുറച്ച് ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മദ്യനയം എന്നുള്ളത് സർക്കാരിന് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരിക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം ഇപ്പോൾ വളരെ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെമ്പാടും ബാറുകളില്ലേ? പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, കേരളത്തിൽ എവിടെ നോക്കിയാലും ബാറുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മദ്യം മുമ്പുള്ള അത്ര ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് ആളുകൾക്ക് അനുഭവവേദ്യമാകുന്നത് എങ്ങനെയാണ്? മദ്യനയം എല്ലായിടത്തും ബാറുകളൊക്കെ വന്നു. അപ്പോൾ അതിനകത്തൊരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് ശരിയല്ല. അതിനകത്ത് നമ്മൾ റോഡിൻ്റെയും സ്കൂൾ കെട്ടിടങ്ങളുടെയും കാര്യം പറഞ്ഞതുപോലെ അതോട് ചേർത്തേക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ കാര്യമുണ്ടല്ലോ. പക്ഷേ അത് മദ്യനയം എന്നൊക്കെ പറഞ്ഞ ഒരു നയനിലപാടുകളുടെ ഭാഗമായിട്ടാണ്, സർക്കാരിൻ്റെ ഒരു തിയററ്റിക്കൽ സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇത് നേർക്കുനേർ ആളുകൾക്ക് കാണാവുന്ന സംഗതിയാണ്. അതായത് മദ്യം കൊണ്ട് അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഉപദ്രവം അല്ലെങ്കിൽ ബുദ്ധിമുട്ട്
എന്നുള്ളത് ഉപയോഗിക്കുന്ന ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടും ഉപയോഗിക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും ആളുകൾ നേർക്കുനേർ കാണുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ റോഡും സ്കൂൾ കെട്ടിടങ്ങളും പോലെയുള്ള ഒരു വിസിബിൾ ആയിട്ടുള്ള ടച്ച് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അവരുടെ അഭിപ്രായത്തിൽ ആ ഒരു ഷാർപ്നെസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. നമുക്ക് ഈ KSRTC അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. കട്ടപ്പുറത്തായിരുന്ന KSRTCയെ പുനരുജ്ജീവിപ്പിച്ചു എന്ന സർക്കാർ വാദത്തോട് ജനം യോജിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അവരെങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന്. ആനവണ്ടി നന്നാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ വളരെ നല്ലതാണ് എന്ന് 25% പേരും അഭിപ്രായം രേഖപ്പെടുത്തി. നല്ലതാണ് എന്ന് 29.50% പേര് അഭിപ്രായം പറഞ്ഞു. ശരാശരിയാണ് എന്ന് 26.90% പേര് പറഞ്ഞു. മോശമാണ് എന്ന് 12.90% പേരും വളരെ മോശമാണ് എന്ന് 5.70% പേരും പറഞ്ഞു. ഇതും പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സർവേ നടക്കുന്നത് ഈ കാലത്താണ്. ഈ കാലം ഒരുപക്ഷെ KSRTCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൊള്ളാവുന്നതാണ് എന്ന പ്രചാരണം അല്ലെങ്കിൽ ആ നിലക്ക് പുറത്തേക്ക് കാര്യങ്ങൾ വന്ന കാലമാണ്. കാരണം നമ്മളെല്ലാം കാണുന്ന കാലത്ത് KSRTC എന്ന് വെച്ചാൽ അങ്ങേയറ്റം കടത്തിൽ മുങ്ങിയിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ നന്നായിട്ട് വന്നു എന്ന് മാത്രമല്ല അത് വളരെ വോക്കലായിട്ട് പറയുന്ന ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു എന്നതും പ്രധാനമായിട്ട് കാണുന്നത്. അതെ, ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ മോശം അവസ്ഥയായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചർച്ചകൾ വന്നിരുന്നു. ആന്റണി രാജു കുറെ പഴികേട്ടതാണ്. മാത്രമല്ല അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. യൂണിയനുമായിട്ടുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. MDയും യൂണിയനും തമ്മിലുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങൾ KSRTCയെ കുഴപ്പത്തിലാക്കിയിരുന്നു. പക്ഷേ ഏറ്റവും അവസാനത്തെ ലാപ്പിലേക്ക് എത്തുമ്പോൾ KSRTC തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നു എന്നുള്ള, ലാഭത്തിൽ ഓടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടി ആളുകൾ ഞെട്ടുകയും കൂടിയാണല്ലോ. KSRTC ലാഭത്തിലാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ പോലും ഈ കണക്കുകൾ ശരിയല്ല എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ലാഭം എന്നുള്ളൊരു ചർച്ച മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞതിൻ്റെ പ്രതിഫലനമാണിത്. അതാണ് ഇതുവരെ വന്ന കാര്യങ്ങളെല്ലാം സർക്കാരിനെ പറ്റി നല്ല അനുകൂല നിലയാണ്. ഒരുപക്ഷെ ആ സർക്കാരിന് അനുകൂലികളായുള്ള ആളുകളുടെ ഉള്ളിൽ പ്രതിഫലിക്കുക. പക്ഷേ അപ്പോൾ നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. സർക്കാരിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള CPIMന് തിരിച്ചടിയാകുമോ എന്നതാണ് നമ്മൾ ഈ സർവേയിൽ ആദ്യമായിട്ട് പരിശോധിക്കുന്ന ഈ സർക്കാർ സംഗതികൾ അങ്ങോട്ട് മാറ്റിവെച്ചാലുള്ള ആദ്യത്തെ ചോദ്യം. രാഷ്ട്രീയമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശബരിമല സ്വർണ്ണക്കൊള്ള CPIMന് തിരിച്ചടിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിന് തിരിച്ചടിയാകും എന്ന അഭിപ്രായത്തിലാണ് മുൻതൂക്കം. 61.20% പേരും ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയാകും സംസ്ഥാന സർക്കാരിന്, പിണറായി സർക്കാരിന് അഭിപ്രായം രേഖപ്പെടുത്തി. 38.80% പേർക്ക് മാത്രമാണ് മറിച്ചൊരു അഭിപ്രായമുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള CPIMന് തിരിച്ചടിയാകില്ല എന്ന അഭിപ്രായം 38.80% പേരാണ് നമ്മളോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് CPIMനും ആ പക്ഷത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തിരിച്ചടിയായിരിക്കും എന്തെങ്കിലും ഒരു കാര്യമെന്ന് നല്ല സൈസബിൾ മെജോറിറ്റിയോടെ ഒരു പ്രത്യേക ശതമാനം വലിയ ശതമാനം ജനങ്ങൾ പറയുന്നതായിട്ട് കാണുന്നത്. റൈറ്റ്. അതായത് അതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കുള്ള ഇതിന് തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ള ചർച്ച വളരെ സജീവമായി സമൂഹത്തിലുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിച്ച വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന നിലയ്ക്ക് നമുക്ക് മുന്നിൽ. പിന്നെ പോറ്റിയെ കയറ്റിയെ പാട്ട് തന്നെയായിരുന്നു. നമ്മൾ RDXലൊക്കെ ഇവിടെ നിന്ന് തുടർച്ചയായി ചർച്ച ചെയ്തു ആ പാട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുമൊക്കെ. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ആരാണ് പഴകുളം മധു ആ പാട്ടും പാടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നൊക്കെയുണ്ട്. കാരണം ഈ വിഷയത്തിൽ പ്രതിപക്ഷം വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് വേദിയിലും അത് ആ നിലയ്ക്ക് പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമാണ് അതെ എന്ന് ഈ 61.20% പേർ. പക്ഷേ അവിടെ ഒരു അസാധാരണത്തുള്ളത് ഹർഷ, അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ നമ്മുടെ ചർച്ചയിൽ തന്നെയും ഈ വിഷയം ഉന്നയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വിഷയം എന്ന് നമ്മൾ കരുതിയെങ്കിൽ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന് എനിക്കിപ്പോൾ ഇത്രയും കഴിഞ്ഞു വന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചത് കൊണ്ട് കൂടിയാണ് അതിലേക്ക് പൊതുസമൂഹത്തിനകത്ത് ഈ പൊതുസമൂഹം മാത്രമല്ല, ഇപ്പോൾ ഡീല് വിഷയമൊക്കെയാണല്ലോ ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ളത്. അപ്പോൾ ചർച്ചയിൽ വരുന്ന UDF നേതാക്കൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കല്ല. ഞാൻ വിചാരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ വിഷയത്തിലേക്ക് ഒരുപക്ഷെ UDF വീണ്ടും എത്തിയേക്കാം. അതായിരിക്കും പഴകുളം മധു ഇതുവരെ ഇല്ലാതിരുന്ന ആ പാട്ട് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് വെച്ചത്. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ ഉതകിയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം അതാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ സർവേയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ അതിനകത്ത് പ്രശ്നമുള്ളത്, അത് തിരിച്ചടിക്കാനുള്ള ആയുധങ്ങൾ കൂടെ LDFൻ്റെ കൈവശം ഉണ്ട് എന്നത് കുറെ കൂടെ രസകരമാക്കും ഇനിയുള്ള മുന്നോട്ട് പോക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇതിൻ്റെ സൂക്ഷ്മമായ വിവരങ്ങൾ, ഇപ്പോൾ മറ്റു എല്ലാ വിവരങ്ങളുടെയും സൂക്ഷ്മമായ തലങ്ങൾ, അതിൻ്റെ ക്രോസ് സെക്ഷൻസ് അതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് സനീഷ്. പക്ഷേ അതിനകത്ത് തന്നെ വളരെ കൗതുകമുള്ള ചില ഫൈൻഡിങ്സ് നമുക്കുണ്ട്. അപ്പോൾ അതുകൂടി പ്രേക്ഷകരെ നമുക്ക് അറിയിക്കണമല്ലോ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള CPIMന് തിരിച്ചടിയോ എന്ന ചോദ്യത്തോട് വിവിധ മതവിഭാഗങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നറിയണമല്ലോ. കാരണം ഈ വിവിധ മതവിഭാഗങ്ങൾ ഈ ഓരോ വിഷയത്തിലും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന കണക്ക് നമുക്കുണ്ട്. പക്ഷേ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിന് വലിയൊരു കൗതുകം ഒളിച്ചിരിക്കുന്നുണ്ട്.
അതായത് മതം തിരിച്ചു നോക്കിയാൽ ശബരിമല സ്വർണ്ണക്കൊള്ള LDFനെതിരാകുമോ എന്ന് നോക്കുന്നതിൽ മുസ്ലിങ്ങൾ 66.2% പേര് ഇത് തിരിച്ചടിയാകും എന്ന് പറയുന്നു. തിരിച്ചടിയാകില്ല എന്ന് 33.8% പേർ മാത്രമാണ് പറയുന്നത്. അങ്ങനെ മൊത്തം കണക്ക്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിൽ നോക്കിയാൽ 71% പേർ, ക്രിസ്ത്യാനികളിൽ 71% പേർ ശബരിമല സ്വർണ്ണക്കൊള്ള LDFന് തിരിച്ചടിയാകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ 29% പേർ തിരിച്ചടിയാവില്ല എന്ന് പറയുന്നു. ഹിന്ദുക്കളിൽ നോക്കിയാൽ അതാണ് ഏറ്റവും കൗതുകരമായ കണക്ക്. 57.2% പേർ മാത്രം. ഈ രണ്ട് കണക്ക്, അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പറയുന്നതിനേക്കാൾ കുറവാണ് ഹിന്ദുക്കൾ ഇത് തിരിച്ചടിയാകും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 42.8% പേർ തിരിച്ചടിയാവില്ല എന്ന് പറയുന്നു. നിരീശ്വരവാദികളുടെ കണക്കെടുത്ത് നോക്കിയാൽ 46.4% നിരീശ്വരവാദികൾക്കും ഇതൊരു പ്രശ്നമാകുമെന്നുള്ള വിലയിരുത്തലാണുള്ളത്. 53.6% പേർക്ക് ഇതൊരു പ്രശ്നമാവില്ല എന്ന് പറയുന്നത്. സനീഷ്, ഈ കണക്കിലെ കൗതുകത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിനകത്ത് ഹർഷ എനിക്ക് തോന്നുന്നത്, അതായത് ഈ പറയുന്ന ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, അതായത് ആരാധനാക്രമങ്ങളോടും ആരാധനാലയങ്ങളോടുമൊക്കെ മറ്റൊരു തരത്തിലുള്ള ആഭിമുഖ്യം സൂക്ഷിക്കുന്ന ആളുകൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള, അത് ശബരിമലയോടും നമ്മൾ കണ്ടതാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടായപ്പോൾ വിവിധ മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ആ നിലക്കുള്ളൊരു ഒരു കണക്കായിട്ടാണ്, ഒരു ശതമാന കണക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളിൽ 57 അവിടെയാണല്ലോ നമ്പർ കുറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതായത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് വിചാരിക്കുന്നത് ശബരിമല ഒരു പ്രശ്നമാകും എന്ന്. അത് കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് മാത്രമാണ് ഹിന്ദുക്കൾ ഇതിനെക്കുറിച്ച് ഇതൊരു പ്രശ്നമാകുമെന്ന് വിചാരിക്കുന്നത്. പകുതി തമാശയായിട്ട് പറഞ്ഞാലേ അമ്പലമല്ലേ, കുറച്ച് കൊള്ളയൊക്കെ നടക്കും എന്നൊരു തോന്നല് ഹിന്ദുക്കൾക്കുണ്ടെന്ന്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇതൊരു ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കുറെ കൂടി ആ ചിട്ടവട്ടങ്ങളിലും മതപരമായ മറ്റു കാര്യങ്ങളിലും ഒക്കെ കുറെ കൂടി സൂക്ഷ്മമായി നിൽക്കുന്നു, അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിലേക്ക് കൂടി വരുമ്പോൾ ചർച്ചയാവുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്ത് ഇത് അങ്ങനെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഹിന്ദുക്കൾക്കാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ അതൊരു കൗതുകമുള്ള കണക്കാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നതേ, അതായത് ഹിന്ദുക്കൾക്ക് മുന്നിൽ, ഈ ഹിന്ദു മതവിഭാഗങ്ങളിൽപ്പെട്ട ശബരിമലയെ കാര്യമായിട്ട് നോക്കുന്ന ആളുകൾക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തേക്കാൾ വലുതായിരിക്കും ഒരുപക്ഷെ സ്ത്രീ പ്രവേശനം. അനിലിന് ചിലപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് കമന്റ് ചെയ്യാനുണ്ടാവുന്നത് നമുക്കൊന്ന് പരിശോധിച്ചല്ലോ. അനിൽ, താങ്കൾ അവിടെ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മുടെ സർവേക്കകത്ത് ഇങ്ങനെ ഒരു കൗതുകമായിട്ടുള്ള കണക്ക് വന്നതിനെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേദിയിലുള്ള ഇടതുപക്ഷത്തിൻ്റെയും UDFൻ്റെയും NDAയുടെയും ആളുകൾ വളരെ ഗൗരവത്തോടെ പരിഗണിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മതപരമായിട്ടുള്ള ഈ വിലയിരുത്തൽ എങ്ങനെയാണ്, താങ്കൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? താങ്കൾക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു വിലയിരുത്തലിൽ ഒരു കൗതുകമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം വിഭാഗത്തിനിടയിലും ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലുമാണ് ഈ ശബരിമല വിഷയം കൂടുതൽ ചർച്ചയായിട്ട് കാണുന്നത്. ഇതിൽ രണ്ട് സൈഡുണ്ട്. ഒന്ന് പൊളിറ്റിക്കലായിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ ഉള്ള പ്രതികരണത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മതാചാരങ്ങളിലും മതസ്ഥാപനങ്ങളുമായി കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്ന വിഭാഗങ്ങളാണ് ക്രൈസ്തവരും അതുപോലെ മുസ്ലിം ജനവിഭാഗങ്ങളും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനോട് കുറച്ചുകൂടി ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മറ്റൊരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിലനിൽക്കുന്നൊരു മതേതരത്വത്തിൻ്റെയും മറ്റു മതങ്ങളോടുള്ള ഒരു സഹിഷ്ണുതയുടെയൊക്കെ ഭാഗമായിട്ട് ഈ ഹൈന്ദവ സമുദായത്തിൽ നേരിട്ട ഒരു പ്രശ്നത്തോടുള്ള ഒരു സഹാനുഭൂതി എന്ന രീതിയിൽ വേണമെങ്കിലും നിഷ്കളങ്കമായ ചില പ്രതികരണങ്ങളെ കാണാം എന്നെനിക്ക് തോന്നുകയാണ്. നമ്മുടെ ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യാവലികളിൽ ഇത്തരം ചോദ്യങ്ങളാണ് ഡയറക്റ്റായിട്ട് അതെ അല്ലെങ്കിൽ അല്ല എന്ന ഡയറക്റ്റായിട്ടുള്ള പ്രതികരണങ്ങൾ തേടുന്നത്. ഒരുപാട് ചോദ്യങ്ങളിൽ ഇവിടെ പരിശോധിക്കുമ്പോൾ കാണുന്നത്, ഒരുപാട് ചോദ്യങ്ങളിൽ ആളുകൾക്ക് അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരത്തിനപ്പുറത്തേക്ക് അവർക്ക് വിലയിരുത്താനുള്ള അവസരം ഈ ചോദ്യാവലി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതാണ് കുറച്ച് മുമ്പ് അവതരിപ്പിച്ച സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഒരു 5 പോയിൻ്റുള്ള റേറ്റിംഗ് സ്കെയിൽ വെച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. വളരെ അഭിനന്ദനാർഹമായൊരു കാര്യമാണ്. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ രാഷ്ട്രീയമായി ഡയറക്റ്റായിട്ടുള്ള വിഷയങ്ങളിലാണ് നമ്മളിവിടെ അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം കൊടുത്ത് അത് പ്രതികരണം തേടിയിരിക്കുന്നത്. അത് ആ നിലക്ക് നമ്മുടെ ഒരു മെത്തഡോളജി എന്ന നിലക്ക് പരിശോധിച്ചാൽ ഈ ചോദ്യങ്ങളുടെ ഫ്രെയിമിങ് നല്ലതായിരുന്നു എന്ന് കാണണം, അല്ലേ? അതായത് നമ്മളിപ്പോൾ ഇതുപോലെ വളരെ മുറുകി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ മനസ്സിലാക്കാൻ, അതുപോലെ ഈ പറയുന്ന പോലെ മതപരമായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ള ഈ ജനസംഖ്യാനുപാതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് കുറേ സങ്കീർണമായിട്ടുള്ള ഘടകങ്ങൾ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മുറുകി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ നമ്മളെ ഒരു മൂഡ്, ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിലാക്കാൻ ഉതകുന്ന ചോദ്യങ്ങൾ തന്നെയായി നമ്മൾ ഇതുവരെ കൊടുത്ത കാര്യങ്ങളെല്ലാം, അല്ലേ? തീർച്ചയായും. ഒന്നാമത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു
പ്രതികരണം അല്ലെങ്കിൽ ഉത്തരത്തിനപ്പുറത്തേക്ക് അവർക്ക് വിലയിരുത്താനുള്ള ഒരു അവസരം ഈ സർവേ നമ്മുടെ ഈ ചോദ്യാവലി തുറന്നു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് പല പഠനങ്ങളുടെയും ചോദ്യാവലി പരിശോധിക്കുമ്പം നമ്മൾ കൊടുക്കുന്ന ഉത്തരം, പ്രതികരിക്കുന്നവരുടെ ഉത്തരങ്ങൾ അവർ ചോദ്യം തയ്യാറാക്കിയ ആളുകൾ മുൻകൂട്ടി തയ്യാറാക്കുന്ന ഉത്തരങ്ങളിലേക്ക് എത്തണം എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഈ ചോദ്യാവലികൾ, ഈ ന്യൂസ് മലയാളം തയ്യാറാക്കിയ ചോദ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ യാതൊരു മുൻവിധികളുമില്ല. ഏതൊരു റെസ്പോണ്ടൻറ്റിനോ അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ മനസ്സിലുള്ളത്, അവരുടെ നിലപാടുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ, അത് യെസ് നോ എന്ന രീതിക്ക് അപ്പുറത്തേക്ക്, അതേ അല്ലെങ്കിൽ അല്ല എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വിലയിരുത്താനുള്ള അവസരമുണ്ട്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അത് വളരെ സയൻറ്റിഫിക്കായിട്ട് മുൻവിധിയില്ലാതെ ഇത് ഈ ചോദ്യാവലിയിൽ പ്രകടമാണ്. അതാണ് നമ്മൾ ഈ ഉത്തരങ്ങളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് പക്ഷേ ഈ മതം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെന്നോ അദ്ദേഹം പറഞ്ഞ, അനിലും പറഞ്ഞ ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും പറഞ്ഞ ആ കാര്യമുണ്ട്. അതായത് ഒന്ന്, ഈ സംഗതികൾ മതത്തോട് ചേർന്ന് നിൽക്കുന്ന ആരാധനാക്രമങ്ങളെയും ആരാധനാലയങ്ങളും ഒക്കെ കുറെ കൂടെ സീരിയസ് ആയിട്ട് കാണുന്ന മനുഷ്യർ ഇതൊരു പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും അതങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി നിൽക്കുമ്പോൾ ഇത് ഒരു മതത്തെ ബാധിക്കുന്ന, ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അങ്ങനെ ഒരു വിഷയമാണ് ശബരിമല. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിൻ്റെ ചർച്ചകളും അതിൻ്റെ തർക്കങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള ആരോപണം വന്നിരിക്കുന്നത്, അതിൽ പ്രതികളാകുന്നവർ മുഴുവൻ അങ്ങനെയുള്ളവർ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ മത സംവിധാനത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സാധാരണക്കാർക്ക് എത്രത്തോളം ഇതര മതസ്ഥർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എങ്ങനെയാണ് ആ വിഷയത്തെ അവർ ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. പൊതുവെ ഈ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പരമാവധി 40% അപ്പുറത്തേക്ക് ഒരിക്കലും വോട്ട് ഇടതുമുന്നണിക്ക് അനുകൂലമായി ലഭിച്ചിട്ടില്ല. ഒരു 34%, 30-34%. അതാണ് ശരാശരി കണക്ക്. അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോഴും ഇത് യാഥാർത്ഥ്യബോധത്തോടെ നമുക്ക് ഉൾക്കൊള്ളാവുന്നതേ. അത് മാത്രമല്ല, അനിൽ അതിനകത്ത് പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതായത് ഒന്ന്, നമ്മുടെ നാട്ടിലെ ഈ ഒരു മതേതരത്വം എന്ന സംഗതിയുടെ ഒരു പ്രകടിത രൂപവും കൂടിയായിട്ട് നമ്മൾ വളരെ വിശാലമായിട്ട് നോക്കി അതിനകത്തുണ്ട്. കാരണം ഇതര മതത്തിൻ്റെ ഒരു പ്രശ്നത്തെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്, അതോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്നൊരു മനസ്സുകൂടെ അതിനകത്ത് കണ്ടതായിട്ട് നമുക്ക് തോന്നുന്നു. ഏതായാലും ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക്, അതായത് പിണറായി വിജയനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും മറ്റുള്ളവരൊക്കെ ചേർന്ന, രാജീവ് ചന്ദ്രശേഖരൊക്കെ ചേർന്ന ഈ സീനിലേക്ക് വ്യക്തിപരമായിട്ട് ഓരോ ആളുകൾക്കും എങ്ങനെയാണ് ആളുകൾ വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്.